ഓഫർ സമയത്ത് ബോട്ടിന്റെ 2 പ്രോഡക്റ്റുകൾ അവർ സ്പെഷ്യൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞോന്ന് അറിയത്തില്ല, ബോട്ട് എയർഡ്രോപ്സ് 161ന്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ഇറക്കിയിട്ടുണ്ട്. പേര് സെയിം തന്നെയാണ്, പക്ഷേ കുറച്ച് സ്പെക്കിൽ മാറ്റമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. കൂടാതെ നമ്മുടെ ബോട്ട് നിർവാണ സ്പേസ് ആക്ച്വലി നമ്മുടെ ബോട്ട് ഫ്ലെക്സ് 454 ആണോ എന്ന് ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല. പിന്നെ അവർ വേറെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണോ അതായത് ഈ പറയുന്നതൊക്കെയാണോ അതിന്റെ അകത്തെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ട് എയർഡ്രോപ്സ് 161 അതുപോലെ തന്നെ നമ്മുടെ നിർവാണ സ്പേസിന്റെ ഒരു ഓവർവ്യൂ ആണ് കേട്ടോ. സ്പെക് വൈസ് ഞാൻ പറഞ്ഞുതരാം, ഇത് മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്നുള്ളതും ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ ബോട്ട് എയർഡ്രോപ്സ് 161. നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ബോട്ടിൽ ഒരു ബജറ്റ് ഇയർബഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ എയർഡ്രോപ്സ് 161. പ്രത്യേകിച്ച് ആ ഒരു ഡിസൈൻ കൂടാതെ വെയറിംഗ് കംഫർട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് ബീസ്റ്റ് മോഡ് ഇല്ല. സോ ഒരു ഗെയിമർ ആണ് നിങ്ങളെങ്കിൽ അത്യാവശ്യം പോലും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ 161 ഇറങ്ങിയതിൽ ആ ഒരു അപ്ഗ്രേഡ് വേർഷനകത്ത് നമുക്ക് ബീസ്റ്റ് മോഡ് ഉണ്ട്. പക്ഷേ ഇവിടെ പോലും എത്ര MS ലോ ലേറ്റൻസി ആണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ലോ ലേറ്റൻസി മോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൂടാതെ 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമിലോട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട്. നോർമലി നമുക്കിപ്പോൾ 161 കുറേ നാളായിട്ട് 40 മണിക്കൂറായിരുന്നേ, അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ 50 ആയിട്ടുണ്ട്. കൂടാതെ 13mm ഡ്രൈവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ ഇപ്പോൾ IPX4 ആണ്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ എവിടെയും കൊടുത്തിട്ടില്ല. ഒരു 5.2 അല്ലെങ്കിൽ 5.3 ആവാൻ ചാൻസ് ഉള്ളൂ. 5.4 ഇതുവരെ അങ്ങോട്ട് കാണാൻ ഒരിക്കലും നമുക്ക് ചാൻസ് ഇല്ല. എന്തായാലും 5.2 ആവാനാണ് മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്തും ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ബോട്ട് എയർഡ്രോപ്സ് 161നെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക. 1099 രൂപയ്ക്കാണ് നമുക്ക് ഇപ്പോൾ ഇത് മേടിക്കാൻ പറ്റുക. ഉറപ്പായിട്ടും ഓഫർ കഴിഞ്ഞാൽ 1499 എത്താൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും 1499 ഒരു എന്താ പറയുക, സ്പെക് വൈസ് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ 1099 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഞാൻ ഓൾറെഡി ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനത് ഓർഡർ ചെയ്യുന്ന സമയത്ത് 27-ാം തീയതിയാണ് ഡെലിവറി ഡേറ്റ് കാണിച്ചത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നോക്കിയേ, ഈ ചൊവ്വാഴ്ച നമുക്ക് അവൈലബിൾ, അതായത് ഡെലിവറി ഇൻ 2 days കാണിക്കുക. എന്താണ് അതിൻ്റെ കാര്യം എന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ഓർഡർ എടുക്കാൻ നിൽക്കുന്നില്ല. ഇനി എന്തായാലും വരുന്ന ദിവസം വരട്ടെ. ഇനി എന്തായാലും എയർലി ലാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരുന്നെങ്കിൽ ആ ഒരു ചൊവ്വാഴ്ച സാധനം കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും 27-ാം തീയതി സാധനം കിട്ടിയാൽ ഒന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ദിവസം 28-ാം തീയതി നമ്മുടെ ചാനലിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന് അൺബോക്സിംഗ് എന്നെ ഓവി കാണും. ഇനി മറ്റൊരു പ്രോഡക്റ്റ് നമ്മുടെ നിർവാണ സ്പേസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു നിർവാണ സ്പേസിൻ്റെ ആ ഒരു എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. പ്രത്യേകിച്ച് അവരെടുത്ത് പറയുന്നത് ഈ ഒരു ഡയമണ്ട് ലൈക്ക് കാർബൺ DLC ഡ്രൈവേഴ്സ് ആണെന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ നമ്മൾ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു DLC ഡ്രൈവേഴ്സ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും ഇവർ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. കൂടാതെ അപ് ടു 32 dB ആണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. കോഡ് മൈക്ക് വിത്ത് AI ENX ടെക്നോളജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും നോർമൽ ENX ടെക്നോളജിനേക്കാളും നല്ലതാണ് AI ENX ടെക്നോളജി. സോ കുറച്ച് മൈക്ക് ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും നമുക്ക് ഈ ഒരു നിർവാണ സ്പേസിൽ കാണാനൊക്കെ. നമുക്ക് ആ ഒരു ഫ്ലെക്സ് 454 അത് തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഇവിടെ 100 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ സർറിയൽ സ്പേഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം, ആ ഒരു മ്യൂസിക് മോഡ് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഏതിലോ ഒരെണ്ണത് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ആ ഒരു സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോർമൽ ആ ഒരു സിഗ്നേച്ചർ സൗണ്ട് ആയിരുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ പലർക്കും ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ ഒക്കെ ഇഷ്ടം ഡിപ്പെൻസ് ആണ്, നമ്മുടെ ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ എൻ്റെ ഇഷ്ടം ആയിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം. സോ വാങ്ങിച്ചു നോക്കിയാലേ നിങ്ങൾക്കും അത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവരുടെ ആ ഒരു ബോട്ട് ഹിയറബിൾ ആപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ EQs അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇവിടെ പക്ഷേ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബ്ലൂടൂത്ത് വെർഷൻ 5.0 എന്നാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല 5.0 എന്നുള്ളത്. ഒന്നെങ്കിൽ 5.2 ആയിരിക്കും, അല്ലെങ്കിൽ 5.3 ആയിരിക്കും. ഇതിൽ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ഇതും മാനുവലിൽ ഉണ്ടാവും. ഒരു ഇത് 5.1 ആണോ അതല്ല 5.3 ആണോ 5.0 ആണോ എന്നുള്ളത്. എന്തായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. ഇന്നലെ ആരോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വെറുതെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അൺബോക്സ് ചെയ്യാൻ മേടിക്കാനായിട്ട്. എന്നാൽ പിന്നെ ഈ സ്പെക്കൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ടൊരു സംതൃപ്തി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചതില്ല. പിന്നെ അവിടെ സാധനം കാണാനില്ല. അങ്ങനെ ഇവിടെ സൈറ്റിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇതേ റീസ്റ്റോക്കിംഗ് സൂൺ എന്നാണ് ഇരിക്കുന്നത്. എന്തായാലും സ്പെക് വൈസ് ഉറപ്പായിട്ടും നിർവാണ സ്പേസ് മേടിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ആ ഒരു സർറിയൽ സ്പേഷ്യൽ എക്സ്പീരിയൻസ് കൂടാതെ ഡയമണ്ട് ലൈക്ക് കാർബൺ DLC ഡ്രൈവേഴ്സ് ഒക്കെ വെച്ചുള്ള ഒരു പ്രോഡക്റ്റ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അതർവൈസ് നിർവാണ അയോൺ തന്നെയാണ് ബെറ്റർ, അല്ലെങ്കിൽ അയോൺ ANC. ഞാൻ പിന്നെ എപ്പോഴും പറയാനുള്ളത് ഈ ഒരു
32 GB ആ ഒരു ANC വേണ്ടി വെറുതെ 500 രൂപ മുടക്കേണ്ട ആവശ്യമേ ഇല്ല. 1500 രൂപയ്ക്ക് നിർവാണ അയോൺ ഓഫർ സമയങ്ങളിൽ കിട്ടും. അതങ്ങോട്ട് മേടിച്ചാൽ മതി. ഇനി അതല്ല, ഒക്ടോബറിൽ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് വരാൻ പോവാണ്. അവിടെ അന്ന് ചിലപ്പോൾ ഇതിനകം 1390 അല്ലെങ്കിൽ 1290 എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണും പൂട്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ബോട്ട് നിർവാണ സ്പേസ് അതുപോലെ തന്നെ നമ്മുടെ എയർഡ്രോപ്സ് 161 കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദയവായി ക്ഷമിക്കുക. എനിക്കറിയാവുന്ന കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഞാനും പറയണത് എന്താ പറയുക, ഈ നിർവാണ സ്പേസ് നമുക്ക് വാങ്ങിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് വാങ്ങിക്കാനേ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നൽകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.